ഇംഗ്ലീഷ് മലയാളം PYQ സെറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 4426. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ് ബൈ യൂസിങ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹി ഹാസ് ഗിവൺ മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഐ ഹാവ് ബീൻ ഗിവൺ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ബൈ ഹിം. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഹാസ് ഗിവൺ മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഐ ഹാവ് ബീൻ ഗിവൺ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ബൈ ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. എൻ്റർപ്രണറിൻ്റെ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഓപ്ഷൻ ബി, എൻ്റർപ്രണർ. ENTREPRENEUR. കംപ്ലീറ്റ് ദി ഫോളോയിങ്. നെയ്തർ മൈ ഫ്രണ്ട് നോർ മൈ വെൽ വിഷേഴ്സ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ്. Have sent me pleasantries. Neither my friend nor my well-wishers have sent me pleasantries. Which of the following sentence is correct? Option C. He is elder to Raju. Correct sentence. He is elder to Raju. The word yomb means option A. To march laboriously. The word yomb means option A ആണ് correct. To march laboriously. The foreign term schadenfreude means option C. Pressure from another's misfortune. Foreign term schadenfreude means pressure from another's misfortune. The synonym for the word perseverance is option B. Doggedness. Synonym for the word perseverance, option B, doggedness. Complete the following. Drive slowly lest, option D, you should meet with accidents. Drive slowly lest you should meet with accidents. Donkey's years means option C, a long period of time. Donkey's years means a long period of time. I am not a septic. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി, ആം ഐ. ഐ ആം നോട്ട് എ സെപ്റ്റിക്, ആം ഐ. നെക്സ്റ്റ് മലയാളം നോക്കാം. മെറ്റമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ. ഓപ്ഷൻ സി, രൂപാന്തരീകരണം. മെറ്റമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ രൂപാന്തരീകരണം. അഹോരാത്രം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ്. അഹസ് അധികം രാത്രം. അഹോരാത്രം പിരിച്ചെഴുതിയാൽ അഹസ് അധികം രാത്രം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, വൈശിഷ്ട്യം. ടാ ഏതാണെന്ന് കറക്റ്റ് നോക്കുക. വൈശിഷ്ട്യം, അതാണ് ശരിയായ പദം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്ന അർത്ഥം വരുന്ന പദം. ഓപ്ഷൻ ഡി, ദുർഗ്രഹം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്ന അർത്ഥം വരുന്ന പദം ദുർഗ്രഹം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ ബി, വാസ്തവം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? ഓപ്ഷൻ ബി, അലിംഗ ബഹുവചനം. മിടുക്കർ എന്നത് അലിംഗ ബഹുവചനമാണ്. ബുദ്ധി എന്ന വാക്കിന് പര്യായപദമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, വ്രീഹി. ബുദ്ധി എന്ന വാക്കിന് പര്യായപദമല്ലാത്തത് വ്രീഹി. ഇനി ബുദ്ധി എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? ധിഷണ, മനീഷ, പ്രജ്ഞ. കിട്ടാതെ അധികം ആയി എങ്ങനെ ചേർത്തെഴുതാം? ഓപ്ഷൻ സി ആണ്, കിട്ടാതെയായി. കിട്ടാതെ അധികമായി എങ്ങനെ ചേർത്തെഴുതാം? കിട്ടാതെയായി. പുല്ലിംഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്, സൂര്യൻ. പുല്ലിംഗം അല്ലാത്തത് സൂര്യൻ. ശൈലി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശൈലി വരുന്നത്? ഓപ്ഷൻ ബി, സ്വർഗത്തിലെ കട്ടുറുമ്പ്. സ്വർഗത്തിലെ കട്ടുറുമ്പാണ് ശൈലിയായിട്ട് വരുന്നത്. ഇത്രയാണ് ചോദ്യങ്ങൾ വരുന്നത്. 10 മാർക്ക് ഇംഗ്ലീഷും 10 മാർക്ക് മലയാളവും.